ഹലോ നമസ്കാരം, എല്ലാവർക്കും സുഖല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു കഞ്ഞി പരിചയപ്പെടുത്തി തരാം. നമുക്ക് രാത്രികളിൽ ഇത് കഴിക്കാം. ഡിന്നറിന്റെ ടൈമിൽ നമ്മുടെ ബോഡിക്ക് പ്രതിരോധശേഷി വരുത്താനുള്ള ഒരു കഞ്ഞിയാണ്. അപ്പോൾ ഈ കൊറോണ കാലത്ത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, പിന്നെ എല്ലാവരും പരസ്പരം കെയർ ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് കാണിച്ചു തരാം. എല്ലാവരും സേഫായിരിക്കണം കേട്ടോ. നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ആ ഗോതമ്പ് നുറുക്കും ചെറുപയറും ഉലുവയും എല്ലാം ഇതിൽ ചേർന്നിട്ടുണ്ട്. ചെറുപയറൊക്കെ നന്നായി അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഞാനിവിടെ കഞ്ഞി ഉണ്ടാക്കാനായിട്ട് ഇതുപോലത്തെ ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. ഗോതമ്പ് നുറുക്ക് കേട്ടോ, കുഞ്ഞ് നുറുക്കായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതുപോലെ തന്നെ പൊടിയരിയും ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ അത് വെച്ച് എടുത്തോളൂ. അല്ലെങ്കിൽ ഉണക്കല്ലരിയോ. ഇപ്പോൾ ഞാൻ ഗോതമ്പാകുമ്പോൾ ഇത്തിരി ഹെൽത്തി ആയിരിക്കില്ലേ, ഡയബറ്റിക് ഒക്കെ ഉള്ളവർക്ക് ഗോതമ്പായിരിക്കും നല്ലത്. അത് വിചാരിച്ചിട്ടാണ് ഞാനിതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കി എടുക്കുക കേട്ടോ. ഇങ്ങനത്തെ ഗോതമ്പ് നുറുക്കാണ്. വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ ഒരു കപ്പ് എടുക്കുന്നുണ്ട്. ഇത്രയും കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട്. നേരത്തെ കാണിച്ച കപ്പിനേക്കാളും സൈസ് കുറവാണിത്. അപ്പോൾ ഈ ഒരു കപ്പ് അളവിൽ ചെറുപയർ, ഇത് രാവിലെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചാൽ കേട്ടോ. അപ്പോൾ ആ ചെറുപയറും കൂടെ ചേർക്കുന്നുണ്ട്, ഒരു കപ്പ്. അതേ കപ്പ് അളവിൽ തന്നെ ഒരു 1/4 കപ്പ് ഉലുവ, ഇതും രാവിലെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചത്, ഇത് ചേർക്കുന്നുണ്ട്. നമുക്ക് ഇത് മൂന്നും കൂടി വേവിച്ചെടുക്കണം. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് ഉപ്പ് നമുക്ക് ശേഷം വെന്തതിന് ശേഷം നമുക്ക് ചേർക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഇത്തിരി ജീരകം പൊടിച്ചത്, നല്ല ജീരകത്തിൻ്റെ ഒരു പൊടി, ഒരു കുഞ്ഞ് ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, അത് അത്യാവശ്യമാണ്. മഞ്ഞൾപ്പൊടി പ്രതിരോധശേഷിക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതൊരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട്. നുറുക്ക് ഗോതമ്പായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിക്കാം. കഞ്ഞി എന്തായാലും നോക്കാം. 3 വിസിലാണ് കേട്ടോ ഞാൻ അടിച്ചത്. ഫസ്റ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചു. ഫസ്റ്റ് വിസിൽ വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ലോ ആക്കി. അങ്ങനെ 2 വിസിൽ കൂടെ അടുപ്പിച്ചു. അതിന് ശേഷം ഓഫ് ചെയ്തിട്ടു. കഞ്ഞി തുറന്ന് നോക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ചെറുപയറിൻ്റെ ഒക്കെ ഒരു നല്ല സ്മെല്ല് വരുന്നുണ്ട്. കണ്ടോ, നല്ല പാകമായിട്ടുണ്ട്. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ വീണ്ടും ഒന്ന് ഓണാക്കുകയാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ നേരത്തെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഒരു ചെറിയ ടീസ്പൂൺ കേട്ടോ, ചെറിയ ടീസ്പൂണാണ് ചുക്കുപൊടി ചേർക്കുന്നുണ്ട്. അത്രയും തന്നെ അളവിൽ കുറച്ച് കുരുമുളക് പൊടിച്ചതും ചേർക്കുന്നുണ്ട്. നമുക്കൊരു 5 മിനിറ്റ് ഈ ഫ്ലെയിമിലൊന്ന് കിടന്നിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഉപ്പും ഈ ചുക്കുപൊടിയും കുരുമുളകും ഒക്കെ ഒന്ന് ചേർത്തിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് കിടക്കട്ടെ. അത് കഴിഞ്ഞാൽ നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഹെൽത്തിയാണ്. നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ആ ഗോതമ്പ് നുറുക്കും ചെറുപയറും ഉലുവയും എല്ലാം ഇതിൽ ചേർന്നിട്ടുണ്ട്. ചെറുപയറൊക്കെ നന്നായി അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, ഒന്ന് കഴിക്കണേ. അപ്പം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മളെല്ലാവരും ഈ കഞ്ഞി കഴിച്ചു നോക്കണം. എങ്ങനെയുണ്ട്? നല്ലതല്ലേ? ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല. പക്ഷെ ഞാനൊരു ചമ്മന്തി ഉണ്ടാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഞങ്ങളുടെ ഡിന്നർ. അപ്പോൾ അടുത്തൊരു വിഭവമായി ഇനിയും കാണാം. നന്ദി, നമസ്കാരം. നമസ്കാരം പറയൂ.